ദൃശ്യയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകളും. ഇന്ന് എന്നോടൊപ്പമുള്ളത് സംഗീത ലോകത്തെ ഒരു അതുല്യ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വാഗതം ചെയ്യാം, വാഴൂർ സാബ്. നമസ്കാരം. ഹാപ്പി ഓണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിക്കുന്നു. സൗജന്യം സംബന്ധിച്ചേ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതിനിടയ്ക്ക് ഓണപ്പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് എപ്പിസോഡ് പോകാം. വർഷങ്ങളായി ഈ മേഖലയിൽ സംഗീത ലോകത്ത് ഏകദേശം എത്രത്തോളം വർഷമായി? ഒരു 37 വർഷത്തോളമായി. 37 വർഷമായി കലാഫിലി വന്നിട്ട്. എനിക്ക് തോന്നുന്നു സൗചേട്ടൻ പോകാത്ത വേദികളില്ല. ഗാനമേള വേദികളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആൽബം മേഖലയിൽ, സംഗീത ലോകത്ത് എല്ലാ മേഖലയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല അതിന്റെ പുറത്തും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഒന്ന്. കേരളത്തിന് UK പോയിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട ജയറാം സാറുമായിട്ട് ആ ഒരു ടീം, ആ ഒരു ചെണ്ടമേളം, പിന്നെ ഞാനും എൻ്റെ സുഹൃത്ത് കമ്മ്യൂണിക്കേഷൻ സന്തോഷം നടക്കും. അപ്പം ഞങ്ങൾ 2 സിംഗേഴ്സായിട്ട് ഞങ്ങൾ പോയി ഒരു 11 ദിവസത്തോടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ എന്താ പറയുന്നത്, നല്ലൊരു എൻജോയ് ചെയ്തു. ഇപ്പം പുറകോട്ട് നോക്കുകയാണെങ്കിൽ സംഗീത ലോകത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? സംഗീത ലോകത്തേക്ക് വരുന്നത് ഞാൻ ശരിക്കും മറ്റൊരു മേഖലയിലായിരുന്നു. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ബ്ലെസ്സിങ്, അത് പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് യാദൃശ്യമായിട്ട് ഒരു വ്യക്തി, പീറ്റർ ഏട്ടൻ എന്ന് പറഞ്ഞ KG പീറ്റർ, അദ്ദേഹം എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരികയും അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ദേശിക എന്ന് പറഞ്ഞ പാടുന്നത്. അവിടെ ഒരു 6-7 വർഷത്തോളം അവിടെ ഗാനമേളയ്ക്ക് പാടുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അവിടെ നിന്ന് പോകുന്നു. കാരണം നമുക്ക് വണ്ടിക്കൂലി ഒന്നും മുതലാകും, നമ്മൾ കിട്ടുന്ന പൈസയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഒന്നും കാണും. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നാളത്തിന് ഒരു പിറ്റേ വർഷം ഞങ്ങൾ ഈ തിരുവല്ല MGM ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്രക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരാമോ. അങ്ങനെ പിന്നെ അവരുടെ കൂടെ പോയി ഒരു 5-6 വർഷത്തോളം അവിടെ പാടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ പറയും. ഈ 3 ഗ്രൂപ്പിലെ ഞാൻ സ്ഥിരമായിട്ട് പാടി. വേറെ അങ്ങ് എക്സ്ട്രാ അല്ലെ ഗസ്റ്റായിട്ട് പോകുന്നല്ലാതെ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പാടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 27 വർഷത്തോളമായി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന. തീർച്ചയായിട്ടും അത് അവരിൽ നിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ നമുക്ക് ഓഫ് സീസൺ ആണെങ്കിൽ പോലും നമുക്ക് നല്ല ഹെൽപ്പുണ്ട്. അതിൻ്റെ മാനേജർ ഷാജി ചേട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹമാണ് അതിൻ്റെ മാനേജർ. പിന്നെ അച്ഛന്, അവരെല്ലാവരും നമ്മളെ നല്ല രീതിയിൽ ഇപ്പോൾ ഓഫ് സീസണാണ് പോലും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നത്. കാരണം വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും ഞാൻ ഉൾപ്പെടെ നിരവധി വേദികളിൽ സാവുചേട്ടനെ കണ്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ ആങ്കർ അനൗൺസ് ചെയ്യും അടുത്ത ഗാനം വാഴൂർ സാബു, അപ്പം നിറഞ്ഞൊരു കയ്യടിയാണ്. അത് എനിക്ക് MG ശ്രീകുമാറിന്റെ പാട്ടുകൾ, അത് സാവുചേട്ടനിൽ നിന്ന് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും MG ശ്രീകുമാറിന്റെ ഒരു ശബ്ദം, അതിനോട് സാമ്യമുള്ള ഒരു ശബ്ദം, അനുകരിക്കുന്നതല്ല, ആ ശബ്ദമാണ്, ആ ഗാനങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന കിളികിൽ പമ്പരം എന്നൊരു പാട്ടാണ്. അത് എവിടെ ആരോ ഒരു കോട്ടയത്തൊരു റൂമിലൂടെ ആദ്യമായിട്ട് പാടാൻ പോകും. അവിടെ ചാൻസ് ചോദിച്ചു പോകും. അപ്പം അങ്ങനെ ചെന്നപ്പോൾ ആ പാട്ട് പാടിയപ്പം എല്ലാവരും പറഞ്ഞു അത് ചെറിയൊരു സാമ്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ കയറി പിടിച്ചത് ഇങ്ങനെ വന്നത്. ഇപ്പം പല കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ MG ശ്രീകുമാറിന്റെ പാട്ടുകളാണ് പാടുക. എല്ലാം പാടും, എന്നാലും അവിടുത്തെ ഓരോ സെക്ഷൻ ഉണ്ട്, സെലക്ഷൻ. അപ്പം എനിക്ക് എന്നെ കൊണ്ട് സാബുവിന് ആപ്റ്റായിട്ടുള്ള പാട്ടല്ല, എല്ലാവരും ഓഡിയൻസ് ആണെങ്കിലും അവർ പല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ല ഇന്ന ആണല്ലോ MG ശ്രീകുമാറിന്റെ പാട്ട് പാടുന്ന ആൾ, അങ്ങനെ ഒരു പറച്ചിൽ ഉള്ളതുകൊണ്ട് വലിയൊരു സന്തോഷം. അത് തന്നെ വലിയൊരു അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. MG ശ്രീകുമാറിന്റെ പാട്ട് മാത്രമല്ല, ബാക്കി ഏത് പാട്ടും ഇതാണ്. അങ്ങനെ നമുക്ക് ഓണമാണ്, നമുക്ക് സംസാരം കുറയ്ക്കാം അല്ലേ? നമുക്കൊരു പാട്ടിലേക്ക് പോയാൽ. അപ്പൊ നമ്മളൊരു ഓണത്തിന്റെ ഒരു പാട്ടിലേക്ക് പോവാം. ഓണപ്പൂവേ ഓമൽ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ.
അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വിണ്ണിൽ ദിവ്യശങ്കുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യശങ്കുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ചാരിക കളമൊഴിയായി നറുതേൻ ചൊരിയും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണ പൊൻതുടിയും പുള്ളോ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻതുടിയും പുള്ളോ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ഒഴുകി വരും അമൃതം പകരും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ കോമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഗംഭീരം. ഓണത്തിന്റെ ആ മൂടിലേക്ക് തീർച്ചയായും ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാട്ടുകളൊക്കെ എല്ലാവരും മനസ്സിൽ കിടക്കും. തീർച്ചയായിട്ടും എനിക്കൊന്നേ ഗാനമേളകളിൽ മാത്രമല്ല നിരവധി ആൽബങ്ങളിൽ അല്ലെ ആൽബങ്ങളിൽ കാസറ്റുകൾ ആൽബങ്ങൾ പാടിയിരുന്നു. 250 ആൽബങ്ങൾ എല്ലാം കൂടെ കൂട്ടിയൊരു കാസറ്റും പണ്ടത്തെ കാലത്ത് കാസറ്റുകളായിരുന്നു. അപ്പൊ അന്ന് പോലുള്ളൊരു 500 കാസറ്റ് പിന്നെ ആൽബങ്ങൾ പാട്ട് സിംഗിൾ പാട്ടായിട്ടെല്ലാം പാടിക്കുന്നു. എനിക്കൊന്ന് നമ്മുടെ ഈ സംഗീത മേഖലയിലായ ഒരു സൗഹൃദ വലയം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ആ ഒരു മേഖലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മൾ ഒരുപാട് പേര് ഇപ്പം നമ്മളൊരു പ്രോഗ്രാം നിശ്ചയിക്കുമ്പോൾ അത് ഇന്ന ആളുകൂടെ വേണം അല്ല ഇന്ന ആളുകൂടെ ഉണ്ടെങ്കിൽ നല്ല അങ്ങനെ ഇന്നലെ എൻ്റെ വീട്ടിൽ ഓണത്തിൻ്റെ പ്രോഗ്രാമിന് വന്ന് എങ്ങനെയെങ്കിലും വരണം ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞന്ന് ഏതോ ഡേറ്റ് ആ ഡേറ്റ് ഞങ്ങൾ ചേർത്തലേ വരും. അപ്പോൾ അവരവിടെ വണ്ടിയായിട്ട് വരാം ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം വന്ന് എങ്കിലും വരാതിരിക്കലും അങ്ങനെ ഒരു അതൊക്കെ നമ്മുടെ ഉള്ള ആ ഒരു സ്നേഹം അല്ലെ ഇനിയാളെന്നുള്ള ആ ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു കലാകാരനായതുകൊണ്ടാണ് അല്ലെ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കല എന്ന് പറയുമ്പോൾ എവരെയും ഇഷ്ടപ്പെടുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്, പാട്ടുകാരൻ എന്ന് പറയുന്നത്. അതിനകത്തൊരു സ്നേഹമാണ് അവര്. ഇനി വരികയാണെങ്കിൽ ഈ സംഗീത മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഒരുപാട് പേരുണ്ടാവും. അവരെ കുറിച്ചൊന്ന് പറയുമോ? കൈപിടിച്ച് ഞാൻ അങ്ങനെ ഒരു നമുക്ക് മൊത്തത്തിൽ അങ്ങനെ പറയാനുള്ളൊരു ഇതെങ്കിൽ പോലും നമ്മൾ പലരുടെയും സപ്പോർട്ട് അപ്പൊ ഇന്ന വ്യക്തികൾ നമുക്ക് ഒരുപക്ഷെ മറന്നു എന്നാലും ഒരുപാട് പേര് സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് എല്ലാവരും പേര് അറിയത്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഒരു വ്യക്തി നമ്മളെ പുറകോട്ട് താത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കയറി പോരാൻ പറ്റും. അപ്പൊ അവരും നമ്മളെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും സപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു
ലെവലിൽ വന്നത്. അതെ, അതെ. അതിന്റെ ശരിക്കും നമ്മൾ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, പിന്നെ നമ്മുടെ കലാകാരന്മാരുടെ സപ്പോർട്ടും എല്ലാം ഒരുപാടുണ്ട്. അതാണ് അതിന്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഫാൻസ് അല്ലെ, ഇന്ന് ഇപ്പം എന്താ പറയുന്നത്, ഒരു സോഷ്യൽ മീഡിയ കാലമാണ്. നമ്മുടെ പാട്ടുകളൊക്കെ എല്ലായിടത്തും എത്തും. സൗചാന്റെ പാട്ടുകൾ എനിക്കും പലപ്പോഴും, ഞാനും ആ ഗ്രൂപ്പുകളിലൊക്കെ അംഗമായിട്ടുണ്ട്. അവിടെ ഒരു ഫാൻസ് ഉണ്ട്. വാഴൂർ സാബുവിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുന്നു. വേദിയിൽ നിൽക്കുമ്പോൾ അവർ നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട്. സൗചാന്റെ പേര് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് എത്രത്തോളം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്. കാരണം എവിടെ ചെന്നാലും ഇപ്പം ഞങ്ങള് UK ചെന്നിട്ട് പോലെ അവിടെ പോലും നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഏത് സ്പോട്ടിൽ നമ്മുടെ പ്രോഗ്രാം ചെന്നാലും അവിടെ എല്ലാം ഒന്നെങ്കിൽ നേരത്തെ വിളിക്കും, സൗചാരം ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ കുറെ പേരുണ്ട്, ഓക്കെ എന്ന് പറയുമ്പോൾ പാലക്കാട് എന്നാലും തൃശ്ശൂർ എന്നാലും കണ്ണൂർ എന്നാലും തിരുവനന്തപുരത്ത് എന്നാലും എല്ലായിടത്തും നമുക്ക് അതുപോലെ പിള്ളേർ സെറ്റ് ഉണ്ട്. നമ്മളെ കാണാൻ വരികയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന, അതൊക്കെ ഒരുപാട് സന്തോഷം വരും. നമുക്ക് ഭയങ്കര എനർജിയാ. പിന്നെ നമുക്ക് അപ്പൊ നമ്മൾ ആരെയും താഴ്ത്തുന്നില്ല, നമ്മളെ താത്ത് കെട്ടുന്നില്ല. പിന്നെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമുക്കൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? അടുത്ത പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള MP സാർ പാടിയ, പണ്ട് അതിന്റെ എന്ന് ഇറങ്ങിയൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഓണം ആകുമ്പോഴത്തേനും ഞാനത് എപ്പോഴും ഹെഡ്ഫോണിൽ വെച്ച് കേൾക്കും. അപ്പൊ ആ സുജാത ചേച്ചിയും MP സാറും കൂടെ കൂടി ഒന്നിച്ച് പാടിയപ്പോൾ ഞാൻ സോളോ ആയിട്ടാണ് പാടുന്നത്. അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് പാടാം. ഓക്കെ. ഒരു കുടം കുളിരുമായി അരികിൽ നീ അണയുമോ, അലസമായി അമൃതമായി നീയൻ മൺവീണയിൽ മോളും ശ്രീരാഗമായി ഏതോ സായന്തനം പോലെ ദൂരെ. ഒരു കുടം കുളിരുമായി അരികിൽ നീ അണയുമോ, അലസമായി അമൃതമായി നീയൻ മൺവീണയിൽ മോളം ശ്രീരാഗമായി ഏതോ സായന്തനം പോലെ ദൂരെ. ഒരു കുടം കുളിരുമായി അരികിൽ നീ അണയുമോ, അലസമായി അമൃതമായി. മൂവന്തിത്തോപ്പിൽ മേയുന്ന കാറ്റിൽ നിന്നെ തേടി ഞാൻ, ഓ മുറ്റത്തെ പൂവിൻ മന്ദാരപ്പൂവിൽ നിന്നെ തേടി ഞാൻ. മഴമേഘത്തോപ്പിൽ നീ മിന്നിയോ, മഴവില്ലിന്നുയൽ നീ ആടിയോ, കണ്ണോരം കാണുന്നതെന്നാണോ കാണാപ്പൂ പൊൻസാരമേ. ഒരു കുടം കുളിരുമായി അരികിൽ നീ അണയുമോ, അലസമായി അമൃതമായി. സ്വർണ്ണമയൂരങ്ങൾ പൊൻപീലി വീശും വർണ്ണരാജിയിൽ, ഓ നിന്മടിത്തട്ടിൽ
തല ചാച്ചുറങ്ങാൻ മോഹം കൊള്ളവേ ഒരു കുഞ്ഞിക്കാറ്റായി നീ പോരുമോ കുളിർ മഞ്ഞിൻ തൂവൽ നീ നൽകിയോ എല്ലാവൻ ഏകാന്ത സ്വപ്നങ്ങളായി നീ എൻ്റെ നിഴൽ മാത്രമായി ഒരു കൂടം കുളിരുമായി അരികിൽ നീ അണയുമോ അലസമായി അമൃതമായി നീ എൻ മൺവീണയിൽ മോളും ശ്രീരാഗമായി ഏതോ സായന്തനം പോലെ ദൂരെ ഒരു കൂടം കുളിരുമായി അരികിൽ നീ അണയുമോ അലസമായി അമൃതമായി. ഗംഭീരം. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. നല്ല ഫീൽ. ആ ഫീലേ ശരിക്കും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലും അതുപോലെ തന്നെയാണ്. ഗാനമേള വേദികളിലൊക്കെ ചെല്ലുമ്പോൾ പ്രേക്ഷകർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും ഒരു പാട്ട് വേണം. അങ്ങനെ ഒരു പാട്ട് ഏതാ ഏറ്റവും നല്ല പാട്ട്? ഞാനിപ്പം ഈ വേൽമുരുകൻ പളനിമല ഇറങ്ങിയിട്ട് എത്ര വർഷമായെന്ന് എനിക്ക് കറക്റ്റ് വർഷങ്ങളായി. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ പാട്ട് പാടിയിട്ടുണ്ട്. കാരണം അത് പാടാതെ ഒരിക്കലും ഗാനമേള പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ മാനേജർ ഷായിച്ചനും പറയുന്നത് വേലുമുരുകൻ ഇല്ലാതെ ഒരു വൈൻഡപ്പ് ഇല്ലെന്ന് പറയുന്നത്. വെച്ചാൽ ആ ഒരു പാട്ടയിലെ ഇനി എത്ര അടിപൊളി പാടിയാലും അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ചോദിക്കും ആ വേലുമുരുക പാടും. അവിടെ പറയുന്ന വിളിച്ച് പറഞ്ഞു വേലുമുരുക പാടുമെന്ന്. പക്ഷെ അത് നമ്മൾ പാടിയേ പറ്റൂ. അത് നമ്മുടെ ഒരു എനിക്കൊന്നേ അത് പലരും പാടും, പലയിടത്തും പല ട്രൂപ്പിലും ആൾക്കാർ പാടുന്നുണ്ട്. പക്ഷെ MG ശ്രീകുമാർ പിന്നെ സാവുചേട്ടൻ ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതാണ് അതേ ഒരു ഫീലോട് കൂടിയാണ് ഞാനും പലയിടത്തും ഞാൻ ശ്രമിക്കാനുണ്ട്. കാരണം ഇപ്പൊ എല്ലാരും ചിലരൊക്കെ അത് MG ശ്രീകുമാർ അനുകരിക്കുന്ന ശരിക്കും അനുകരണമല്ല. എനിക്ക് അദ്ദേഹത്തിന് ചെറിയൊരു പാങ്ങന ഉണ്ടെന്നുള്ള എൻ്റെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മള് ആ പാട്ടിനോട് 100% നീതി പുലർത്തും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ MG ശ്രീകുമാറിന്റെ മനസ്സിൽ വിചാരിക്കും അദ്ദേഹം പാടി വെച്ചേക്കുന്ന ഇതുണ്ട്. അതുകൂടെ ആൾക്കാർ ഓർക്കുന്നത് അനുകരിക്കുന്നത് ഒരിക്കലും അനുകരിക്കുന്നല്ല. സാവുചേട്ടന്റെ ശബ്ദവും ഇത് തന്നെയാണ്. ഞാൻ ഫ്ലവേഴ്സിൽ ചെന്നപ്പം ഒരു ജഡ്ജസ് എന്നോട് ചോദിച്ചു നിങ്ങൾ അത് പുള്ളിയെ ഇങ്ങനെ അനുകരിച്ച് പാടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, എനിക്ക് എന്റെ സൗണ്ടിലാണ് പാടുന്നത്. പക്ഷെ അനുകരിച്ച് പലരും പാടുമായിരിക്കും. അതിപ്പോ എനിക്ക് നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ തന്നെ പാടുന്നത്. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മിമിക്രിയുടെ ആവശ്യമല്ല അത് അവിടെ സംഗീതം മാത്രം. കാരണം ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അത് ഒരു അനുകരിച്ച് പാടാനോ അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ട് ഇല്ല. നമ്മുടെ സൗണ്ട് ഇതാണ്. എല്ലാ പാട്ടും പാടുമല്ലോ നമ്മൾ, അല്ലാതെ എല്ലാ പാട്ടും പാടും. ഇനിയിപ്പം ഒരു ചോദ്യം, ഒരു സിനിമയിലേക്ക് ഒരു ചുവടുവയ്പ് ആഗ്രഹങ്ങളല്ലേ? ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ആഗ്രഹങ്ങളെല്ലാം പോയി. കാരണം അല്ലല്ല അത് തേടി എത്തുമായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഒരു സിനിമയിൽ പാടാം. കാരണം ഞാനൊരു 3 സിനിമയിൽ പാടി. അത് ഒരു സിനിമ ഒരു ഷോയെ ഓടിയുള്ളൂ. അത് പാലായിലെ ഇവർ ഇതിന്റെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി കാണാൻ വേണ്ടി ഒറ്റ ഷോ. അതിൻ്റെ അകത്ത് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു കല്ല് അടിച്ചിട്ട് പാടാൻ പാട്ട്. പിന്നെ 2 പടം ഇറങ്ങിയിട്ടില്ല. 2-3 പടം ഉണ്ട്. അത് പാടുന്നത് അതൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം പാടുന്ന ഏത് സിനിമയാണെങ്കിലും ഒരുപക്ഷെ അത് ഇറങ്ങത്തില്ല. പിന്നെ അതുപോലത്തെ പടങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ സുഹൃത്തുക്കളെ കൂടി എടുക്കുന്നതല്ലേ. പിന്നെ അതിനകത്ത് വേറെ കാര്യം കൂടെ ഉണ്ട്. സാവുചേട്ടന് എനിക്ക് തോന്നുന്നു ഒരു വർഷം ചെയ്യുന്ന ഷോകള് എനിക്ക് തോന്നുന്നു അവിടെ പോയി പാടാനോ ഷൂട്ട് ചെയ്യാനോ സമയം പോലും കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. സീസൺ തുടങ്ങിയപ്പോ നമുക്ക് അവിടെ തന്നെ, കാരണം ഒരു മാസം വേണ്ട 30 പരിപാടി. പിന്നെ ചിലപ്പോ 2 പരിപാടിയൊക്കെ കാണും. അങ്ങനെ അപ്പോൾ 6 മാസം കണ്ടിന്യൂ പരിപാടികൾ. വീട്ടിൽ പോലും വരാൻ പറ്റാത്ത രീതിയിൽ പ്രോഗ്രാമാണ്. ഈ 2 മാസത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. എനിക്ക് ഓണത്തിന് തുടങ്ങും. ഈ പ്രോഗ്രാമിന്റെ ഇടയിലുള്ളൊരു ഓട്ടപ്പാച്ചിലുണ്ടല്ലേ, അതായത് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക്. അപ്പം ശരിക്കും നമുക്ക് എന്താ പറയുന്നത്, വീട്ടിൽ പോലും വരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടല്ലേ? വീട്ടിൽ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ വീട്ടിൽ വന്നു ഉറങ്ങിയിട്ട് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് പോകുന്ന വീട്ടിൽ വന്ന് ഒരിക്കലും നമുക്ക് ഉറക്കം നടക്കില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു അടുക്കള ഒരു പാത്രം വീണാലും നമ്മൾ എഴുന്നേക്കും. പിന്നെ ഉറക്കം വരികയില്ല. പിള്ളേരെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ നമ്മൾ ഉറങ്ങിയിട്ട് പോകുന്ന പരിപാടി ഇല്ല. അത് ഇതുവരെ നടന്നിട്ടില്ല. 2 മണിക്കൂറൊക്കെ ഉറങ്ങും.
പിന്നെ നമ്മൾ പോകുന്ന വാഹനത്തെ ഇരുന്ന് ഉറങ്ങും. ആ ഇപ്പൊ തിരുവനന്തപുരത്തേക്കാണ് ഇവിടുന്ന് 4 മണിക്കൂർ. അപ്പൊ ഈ 4 മണിക്കൂർ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് ഉറങ്ങാൻ പറ്റും. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങത്തില്ല, ചിലപ്പോൾ ഉറക്കം വരത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലിച്ച് പോയതുകൊണ്ട് ഡെയിലി ഉറക്കളായതുകൊണ്ട് ചിലപ്പം വൈകുന്നേരങ്ങൾ ഇപ്പോൾ ഓഫ് സീസണിൽ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയാലും 10 മണിക്ക് എഴുന്നിട്ട് വേണ്ട 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ്. അങ്ങനെ ആയിപ്പോയി. അതിൽ നമുക്ക് അസുഖങ്ങളൊന്നും അല്ല. 2 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ വെള്ളം കൂടി കടുക്കാപ്പൂടി TV കാണിച്ച ഇത് തന്നെ പരിപാടി എല്ലാ ദിവസവും. പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള ക്ഷീണം നമ്മളെ ശീലിച്ച് പോയല്ലോ. അപ്പം നമുക്ക് ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാനായിട്ടുണ്ട്. ഫാമിലി എനിക്ക് 3 ആമക്കളാണ്. മൂത്ത ആള് കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട്, 5 വയസ്സ്. അവൻ അരവിന്ദ് എന്ന് പറയും. അരവിന്ദ് അത് മോടെ പേര്. ആദിക്കുട്ടൻ കുഞ്ഞിന്റെ പേര്. അവന്റെ പേര് അരവിന്ദ്. അപ്പൊ അവൻ വേറെ വെച്ച് മാറുന്നു. പിന്നെ അനന്തു, ആകാശ്, 3 ആമ്പിള്ളേരാ. ഒരുത്തൻ എറണാകുളത്ത് ജോലി, ഒരുത്തൻ വീട്ടിലെ ഡ്രൈവറാണ്, അവന് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ പോകുന്നു. വൈഫിന്റെ പേര് ഷൈനി. അമ്മയുണ്ട്. വൈഫ് പാടുവോ അല്ലെങ്കിൽ മക്കള്? ഇല്ലല്ല, മക്കളൊക്കെ പാടും. പക്ഷെ എന്റെ മോന്റെ കുഞ്ഞു പാടും. അമ്മ അത് നല്ലൊരു പാടും. അവർക്ക് പാടാൻ അറിയാം. പക്ഷെ അവരും ഈ വേദിയിലേക്ക് എങ്ങനെ വന്നിട്ടില്ലെന്നുള്ളൂ. സപ്പോർട്ടുണ്ട്. മോളാണ് നല്ല സപ്പോർട്ട്. അങ്ങനെ നമുക്ക് ഇനി ഒരു പാട്ടൂടെ. ഏതാണ് ഒരു പാട്ട്? ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു MG സാറ് പാടിയ ഒരു പാട്ടുണ്ട്. അതൊരു അടിപൊളി പാട്ടാണ്. ആ പാട്ട് അതിലേക്ക് ആ പാട്ട് വന്നല്ലോ പൊന്നോണം കുന്നര നാട്ടിൻ പൂക്കാലം, പൊട്ടും തൊട്ടേ തുമ്പി നീവായോ, ചിറകാട്ടിക്കൊണ്ടേ നീവായോ, എങ്ങും കുടമാറ്റം കണ്ടേ നീവായോ. വന്നല്ലോ പൊന്നോണം കുന്നര നാട്ടിൻ പൂക്കാലം, പൊട്ടും തൊട്ടേ തുമ്പി നീവായോ, ചിറകാട്ടിക്കൊണ്ടേ നീവായോ, എങ്ങും കുടമാറ്റം കണ്ടേ നീവായോ. കുഞ്ഞോളം കൂട്ടരുമായി ഇടത്തോടിൻ കൈവഴി, പുലർകാലെ തുടിച്ചു കുളിച്ചു കളിച്ചു ചിരിച്ചു രസിച്ചു നീങ്ങുന്നേ. കാവാലം ചുണ്ടനിത മതപ്പാടിൻ ലക്ഷണമായി, തെളിനീരിൽ ഇടഞ്ഞു പിടഞ്ഞു പകച്ചു മതിച്ചു കുതിച്ചു പായുന്നേ. ഈ നാടാകെ തിരുവോണം പൂതൂകുന്നേ മലയാളം, പൊൻതേരേറി മാവേലി തമ്പ്രാനും വന്നേ. വന്നല്ലോ പൊന്നോണം പുന്നല നാട്ടിൽ പൂക്കാലം, പൊട്ടും തൊട്ടേ തുമ്പി നീവായോ, ചിറകാട്ടിക്കൊണ്ടേ നീവായോ, എങ്ങും കുടമാറ്റം കണ്ടേ നീവായോ. ചെന്താഴം പൂവുകളും കുടം കൊട്ടും തുമ്പകളും, മണിമുറ്റം തളിച്ചു നനച്ചു കളങ്ങൾ വരച്ചു നിറന്നു പാടുന്നേ. പന്താടും പൂമകളും അണിഞ്ഞത്തും മങ്കകളും, പലകാലം തുടച്ചു മിനുക്കിയെടുത്ത വിളക്ക് കൊളുത്തിയാടുന്നേ. പേരാറും പെരിയാറും തേനൂറിടും കുളിക്കാറ്റും, ഈ മാലോകരൊന്നു
നാടാകെ ചെന്നേ വന്നല്ലോ പൊന്നോണം കുന്നല നാട്ടിൽ പൂക്കാലം പൊട്ടും തൊട്ടേ തുമ്പി നീ വായോ ചിറകാട്ടിക്കൊണ്ടേ നീ വായോ എങ്ങും കുടമാറ്റം കണ്ടേ നീ വായോ വന്നല്ലോ പൊന്നോണം കുന്നല നാട്ടിൽ പൂക്കാലം പൊട്ടും തൊട്ടേ തുമ്പി നീ വായോ ചിറകാട്ടിക്കൊണ്ടേ നീ വായോ എങ്ങും കുടമാറ്റം കണ്ടേ നീ വായോ അപ്പം അതിഗംഭീരം. എന്താ പറയുക, ശരിക്കും ഒരു വീണ്ടും ഓണം മൂടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സൗജന്യം വിവിധ ഭാഷകളിലും പാടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളം കൂടുതൽ പാടുന്ന മലയാളമാണ്. മറ്റു ഭാഷകളും ഇഷ്ടമാണ്? അത്യാവശ്യം പാടും. ഞാൻ അതിനേക്ക് കൈകടത്തില്ല. നമുക്ക് ചെയ്യാവുന്ന പണി ചെയ്താൽ മതി. നമ്മൾ ഈ ഹിന്ദി നമ്മൾക്ക് പാടി വെറുതെ അത് കുളവാക്കണ്ടല്ലോ. നിങ്ങളെ ടീമിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ്? ടീമിലെല്ലാവരും നല്ല നല്ല ആർട്ടിസ്റ്റുകളുമാണ്, നല്ല മനസ്സുള്ളവരാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശില്പമല്ലെ മറ്റുള്ളവരെ താത്ത് കെട്ടാൻ ഞങ്ങൾ അങ്ങനെ 25 പേരുള്ളത്. ഈ 25 പേരും ഒരുപോലെ ഡയറക്ടർ ഉൾപ്പെടെ നല്ല സപ്പോർട്ടാണ്. അവരുടെയൊക്കെ ഈ സഹകരണം ഉള്ളത് കൊണ്ടാണ് ഈ ഗാനമേള എന്നൊരു സംഭവം നല്ല രീതിയിൽ പോകുന്നത്. ആരെങ്കിലും അതിൻ്റെ അകത്തൊരു ഒരാളെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും അവിടെ ഇല്ല. എല്ലാം നല്ല സന്തോഷത്തോടുകൂടി പോകും. അത് വലിയൊരു കാര്യമാണ് നമ്മുടെ യാത്രയിൽ. അത് ട്രെയിനിങ് അല്ല, അത് നമ്മുടെ അവിടുത്തെ ഒരു നിയമമാണ്. അത് അങ്ങനെ ഒരു അങ്ങനെ ആ രീതി പോകണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി അടിയുണ്ടായി ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നല്ല. പല ആൾക്കാരല്ലേ, അപ്പൊ പല സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരും പല സ്വഭാവക്കാരായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ലൊരു അപ്പം ഇതിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഹാർഡ് വർക്ക് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം പുതിയ സിംഗേഴ്സും വന്ന് 2 പേര് മാറി ഇപ്പം പുതിയ സിംഗേഴ്സ് വന്നു, തമിഴ് പാടുന്ന ഒരു ഫീമെയിൽ സിംഗേഴ്സ്. അപ്പൊ അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ മോണത്തിന്റെ പാട്ടുകളൊക്കെ പുതിയ പാട്ടുകൾ, അപ്പൊ അവരൊക്കെ അടിപൊളി പാടുന്ന ആൾക്കാരാണ്. അപ്പം ഈ രജനീകാന്തിന്റെ പുതിയ പടത്തിലെ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് വെച്ചിരിക്കുന്നത് ഈ 2 ദിവസത്തെ പ്രാക്ടീസാണ്. അപ്പൊ എല്ലാരും വന്ന് 2 ദിവസം അവരവരുടെ പാട്ടൊക്കെ പാടി. അപ്പം പുതിയ പാട്ടും പഴയ പാട്ടുകൾ പുതിയതായിട്ട് നമ്മൾ എടുത്തിട്ട് പാടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ വർഷം പാടുന്ന പാട്ടുകൾ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്നാ മാറ്റി എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ വേറെ പാട്ട് എടുത്തെന്ന് പറഞ്ഞാലും അവിടെ വരുമ്പം ഇന്ന പാട്ട് പാടും. അത് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറയുമോ നമ്മൾ എത്ര വർഷം പാടിയതാ, അപ്പൊ അതിന് വേണ്ട, എല്ലാവരും ബോറായി. പക്ഷെ അതങ്ങനെയാണ്, ബോറടിച്ച് ഞങ്ങള് അതുപോലെ ഈ കസ്തൂരി എന്നുള്ള പാട്ട് തലേ വർഷം പാട്ട് ആ വർഷം അവിടെ പിറ്റേ വർഷം അവിടെ പരിപാടി ഇട്ടപ്പം ഈ പാട്ട് മാറ്റി കഴിഞ്ഞ വർഷം പാടിയതാ. അപ്പൊ അത് കഴിഞ്ഞ് ഓഡിയൻസ് മറ്റേ കമ്മിറ്റിക്കാരുമായിട്ട് നിങ്ങൾ കസ്തൂരി എന്നുള്ള പാട്ടൊന്ന് പാടും, അത് കേൾക്കാൻ വേണ്ടി വന്നതല്ലേ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ചിലവരുടെ ഇഷ്ടങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ വർഷം പാടിയെന്ന് പറഞ്ഞ് ഈ വർഷം പാടാൻ ചെന്നപ്പോ അവർക്കൊരു അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്, കാഴ്ചപ്പാടുണ്ട്. പല പല ആൾക്കാരുടെ പല രീതിയിലും ആസ്വാദന തലവും ഓരോരുത്തരും ഓരോന്നാണ്. പലരും എന്താ പറയാ, ഒന്ന് സാവുചാന്റെ ശബ്ദത്തിൽ കേൾക്കണം. മോഹൻലാലിന്റെ പടത്തിലെ പാട്ടായിരിക്കും. ഇപ്പൊ ഈ വേൽമുരുക എന്നൊക്കെ പറഞ്ഞു മോഹൻലാലിന്റെ പാട്ടെന്ന് പറഞ്ഞ പ്രത്യേകതയുണ്ട്. അങ്ങനെ പറയുമ്പോ കയ്യടി. ഇപ്പം പുതിയ പാട്ട് ഇറങ്ങിയിരിക്കുന്ന മറ്റേ ഇതിന്റെ അകത്ത് തുടരിന്റെ അകത്ത് 2 പാട്ടും പാടും. അതൊരു പുതിയ പാട്ടായിട്ട് ഞങ്ങൾ എടുത്തു. അത് ഞാനും കേട്ടു, ഭയങ്കര ഗംഭീരമായിട്ട് സാവുചാട്ടൻ പാടുന്നുണ്ട്. പിന്നെ വേറൊരു പാട്ട് അടിപൊളി പാട്ട്. അപ്പം ഇനി നമുക്ക് ഒരു പാട്ടിലേക്ക് കൂടെ പോവാം, ഒരു ഓണപ്പാട്ടിലേക്ക് കൂടെ നമുക്ക് പോവാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ
മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. കുന്നെല്ലിൻ പൊന്മലപ്പുമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. മാരിവിൽ മാല മാനപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്ന പൂമാലയിൽ പമ്പാ തീരത്തിൽ. മാരിവിൽ മാല മാനപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്ന പൂമാലയിൽ പമ്പാ തീരത്തിൽ. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും നീ വരൂ പൂവാലൻ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. സൂപ്പർ ഗംഭീരം. താങ്ക് യു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വാഴൂർ സാബുവിനോടൊപ്പമുള്ള നിമിഷമായിരുന്നു. ഓണത്തിന്റെ എല്ലാവിധ ഒരു ഫീലും നൽകി. ചേട്ടാ, പാട്ട് ഗംഭീരമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനിയും നിരവധി വേദികളിൽ, ഗാനമേള വേദികളിൽ, ആൽബങ്ങളിൽ, സിനിമകളിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ സാബുചേട്ടൻ എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയായിരുന്നു. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്നെ ഇതുവരെ എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. ഹാപ്പി ഓണം പറയുന്നത് കൂടാതെ എന്നെ ഇവിടെ ഈ വേദിയിലേക്ക് വരുത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ ദൃശ്യ ചാനലിൻ്റെ എല്ലാ മഹാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി. കൂടാതെ എൻ്റെ പ്രിയ സുഹൃത്ത് നെൽസൺ, അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത്. എല്ലാവർക്കും ഒരിക്കലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അപ്പം ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി താങ്ക് യു സോ മച്ച്.